ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് 19ാമത്തെ സർഗമാരണ്യകാണ്ഡത്തിലേതാണ് വ്യാഖ്യാനിക്കുന്നത്. രാക്ഷസനായിരിക്കുന്ന കരൻ ഏറ്റവും വിരൂപയായി ചോരയിലാണ്ട് വീണിരിക്കുന്ന തൻ്റെ സഹോദരിയെ കണ്ടുകൊണ്ട് വളരെയധികം ക്രോധത്തോടു കൂടിയിട്ട് ചോദിച്ചു. താം തഥാ പതിതാം ദൃഷ്ട്വാ വിരൂപാം ശോണിതോക്ഷിതാം ഭഗിനീം ക്രോധസന്തപ്ത കരപ്രച്ഛ രാക്ഷസ ഉത്തിഷ്ഠ താവതാഖ്യാഹി പ്രമോഹം ജഗി സംഭ്രമം. എഴുന്നേൽക്കൂ, എല്ലാം പറയൂ, മോഹവും സംഭ്രമവും ഒക്കെ കളയൂ. വ്യക്തമാക്കിയാകി കേരത്വമേവൻ രൂപാവിരൂപിത. ആരാണ് നിന്നെ ഇങ്ങനെ വിരൂപിയാക്കിയതെന്ന് വ്യക്തമായിട്ട് തന്നെ പറയൂ. കാ കൃഷ്ണസമ്പർപ്പാസ്മീനമാശി വിഷമനാഗസം. വിഷശക്തിയുള്ള കൃഷ്ണസർപ്പം ചുമ്മാ കിടക്കുമ്പോൾ അരികിലെത്തി വിരൽത്തുമ്പ് കൊണ്ട് കളിയായി കുത്തി നോവിക്കുന്നത് ആരാണ്? കാലപാശം കഴുത്തിൽ ചുറ്റിയിട്ട് അജ്ഞാനത്താൽ അത് അറിയാത്തവൻ ആരാണ്? ഇന്ന് നിന്റെ നേർക്കടുത്ത് കൊടും വിഷം മോന്തിയവന് ആരാണ്? ആരാണ് നിന്നെ ഈ നിലയിൽ ആക്കിയിരിക്കുന്നത്? ഏത് മഹാശക്തനാണ് നിനക്ക് ഇങ്ങനെ വൈരൂപ്യം വരുത്തിയിരിക്കുന്നത്? ദേവഗന്ധർവഭൂതാനാം ഋഷീണാം ച മഹാത്മനാം. ദേവന്മാരിൽ വെച്ചോ, ഗന്ധർവന്മാരിൽ വെച്ചോ, ഭൂതങ്ങളിൽ വെച്ചോ, ഋഷിമാരിൽ വെച്ചോ ഏതൊരു മഹാശക്തനാണ് ഇപ്രകാരത്തിൽ നിനക്ക് വൈരൂപ്യം വരുത്തിയിരിക്കുന്നത്? എന്നോട് അനിഷ്ടം പ്രവർത്തിക്കാനായിട്ട് ദേവേന്ദ്രനല്ലാതെ ഈ ലോകത്തിൽ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ഇന്ന് അരയനം ജലത്തിൽ കിടന്ന പാല് വേർതിരിച്ച് കുടിക്കുന്നത് പോലെ ജീവിതാന്തകങ്ങളായിരിക്കുന്ന ശരങ്ങളാൽ അവൻ്റെ ഉയിര് ഞാനിന്ന് എടുക്കുന്നുണ്ട്. ആരുടെ ചോരയാണ് ഇന്ന് ഈ ഭൂമി കുടിക്കുക? യുദ്ധത്തിൽ ഞാൻ കൊല്ലുന്ന ആരുടെ ദേഹത്തിൽ നിന്നാണ് പക്ഷികൾ കൂട്ടമൊക്കെ ചേർന്ന് വന്ന് സന്തോഷത്തോടെ മാംസമൊക്കെ കൊത്തിപ്പറിച്ച് തിന്നുന്നത്? ഗന്ധർവന്മാരും പിശാചുക്കളും രാക്ഷസന്മാരും ഒന്നും അവനെ രക്ഷിക്കാനായിട്ട് ഇന്ന് ശക്തരാവില്ല. നീ മെല്ലെ മനസ്സിനെ സ്വസ്ഥമാക്കിയ ശേഷം കാട്ടിൽ നിന്നെ പരാക്രമം കൊണ്ട് തോൽപ്പിച്ച തെമ്മാടി ആരാണെന്ന് എന്നോട് പറയും. ഇപ്രകാരത്തിൽ ഇത് പ്രാതുർവചസ്രുത്വ കൃത്തസ്യ ചാവിശേഷത തദശൂർപ്പണകാവാക്യം സ്വഭാഷ്പമിതം അബ്രവീത്. അരിശം മൂത്ത തൻ്റെ സഹോദരൻ്റെ ഈ വർത്തമാനമൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഈ ചോദ്യമൊക്കെ കേട്ടിട്ട് ശൂർപ്പണഖ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുകയുണ്ടായി. തരുണോ രൂപസമ്പന്നോ സുകുമാരോ മഹാബലോ. തരുണന്മാര്, സുന്ദരന്മാര്, രൂപസമ്പന്നന്മാര്, സുകുമാരന്മാര്, മഹാബലവാന്മാര്, പത്മ ജലനേത്രന്മാര്, മരപുരിയും മാന്തോലുമൊക്കെ കൊടുത്ത ക്ഷമാശീലര്, താപസന്മാരും ധർമ്മചാരികളുമായിരിക്കുന്ന അവര് ദശരഥ നന്ദനന്മാരാണ്, സഹോദരന്മാരാണ്, രാമ ലക്ഷ്മണന്മാരാണ്. അവർ ദേവന്മാരാണോ മനുഷ്യരാണോ എന്ന് എനിക്ക് തിരിച്ചാക്കാൻ ആവുന്നില്ല. അവരുടെ നടുവില് തരുണീ രൂപസമ്പന്ന സർവാഭരണ ഭൂഷിത. തരുണിയും രൂപസമ്പന്നയും സർവാഭരണങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്ന ദൃഷ്ടതത്ര മയാ നാരി തയോർമത്തെ സുമധ്യമ. സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ മധ്യത്തിൽ കാണുകയുണ്ടായി. താഭ്യാം ഉപാഭ്യാം സംഭൂയ പ്രമദാമതികൃത്യതാം. ആ സ്ത്രീ നിമിത്തം അവരിരുവൊക്കെ ചേർന്ന് എന്നെ അനാഥയും അസതിയും എന്ന പോലെ ഈ നിലയിൽ ആക്കി. പോരിൽ അവരെയും ആ കാവട്ടക്കാരിയൊക്കെ കൊന്ന് അവരുടെ നുരഞ്ഞൊഴുകുന്ന ചോര മോന്താനായിട്ട് ഞാൻ മോഹിക്കുന്നു. യേശുവേ പ്രഥമക്കാമ, ഇതാണ് എൻ്റെ ആദ്യ ആഗ്രഹം. ഭവാൻ അത് സാധിച്ചു തരണം. അവരുടെയും അവളുടെയും ചോരയൊക്കെ പോരിൽ എനിക്ക് കുടിക്കണം. ഇങ്ങനെ ഇത് തസ്യ പ്രവാണായാം ചതുർദശ മഹാബലാൻ വ്യാധിദേശ കരകൃത്തോ രാക്ഷസാനന്ദ കോപമാൽ. ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞു കേട്ടപ്പോൾ കോപമാണ്ട ആ കരുത്തന്മാരും കാലുതുല്യന്മാരായിരിക്കുന്ന 14 രാക്ഷസന്മാരോട് പറഞ്ഞു. മാനുഷോ ശസ്ത്രസമ്പന്നോ ചീരകൃഷ്ണാജിനാംബരോ. ആയുധധാരികളും മരപുരികളും മാന്തോലവും ഒക്കെ എടുത്ത 2 മനുഷ്യര് പ്രവിഷ്ടോ ദണ്ഡകാരണ്യം ഘോരം പ്രമദയാ സഹ. ഘോരമായിരിക്കുന്ന ദണ്ഡകാരണ്യത്തിൽ ഒരു പെണ്ണിനോടൊത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ അവരെയും ആ ദുഷ്ടയൊക്കെ വേഗം ചെന്ന് കൊന്നിട്ട് വരിക. എൻ്റെ ഈ സഹോദരിക്ക് അവരുടെ ചോര കുടിക്കണം. രാക്ഷസന്മാരെ, എൻ്റെ സഹോദരിയുടെ ആഗ്രഹമാണ്. നിങ്ങൾ വേഗം ചെന്ന് അവരെ കൊന്ന് ഇത് നിറവേറ്റുക. ഇത് പ്രതിസമാദിഷ്ട രാക്ഷസാസ്തേ ചതുർദശ തത്ര ജഗ്മസ്തയാ സാർത്ഥം
കനാവാതേരിത ഇവ. ഇങ്ങനെ ആജ്ഞാപിച്ചയക്കപ്പെട്ട 14 രാക്ഷസന്മാര് അവളോടൊത്ത് കാറ്റേറ്റ കാർമേഘങ്ങളെ പോലെ എവിടെയാണോ രാമലക്ഷ്മണന്മാരുള്ളത് അവിടേക്ക് പാഞ്ഞ് പോയി. അപ്പോൾ ഇങ്ങനെ ഈ സംവാദമൊക്കെയാണ് ഈ സർഗത്തിലായിട്ട് ഉള്ളത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.